Hi friends, welcome to Cybertech channel. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗിങ്ങിൻ്റെ പർപ്പസിനായിട്ട് ഒരു വയർലെസ് മൈക്ക് നോക്കി നടക്കുമായിരുന്നു. അപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആണ് വയർലെസ് മൈക്സ് എല്ലാം. ഫോർ എക്സാമ്പിൾ റോഡിൻ്റെയൊക്കെ മൈക്കിന് നല്ല എക്സ്പെൻസീവ് ആണ്, ഏകദേശം 20,000+ ആണ് അതിനൊക്കെ വില. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കോൾ മീ ഷസാം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട്, നമ്മുടെ കോൾ മീ ഷസാം ബ്രോ. അയാൾ ഒരു ഇതുപോലൊരു ഗ്രെനാറോ എന്നൊരു കമ്പനിയുടെ ഒരു മൈക്ക് റിവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ മൈക്ക് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഈ മൈക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ കുറച്ച് അഡ്വാൻസ്ഡ് മൈക്കാണ്, കാരണം അതിന് ഡുവൽ ചാനൽ മൈക്കാണ്. അപ്പോൾ ഇത് നമുക്ക് മൊബൈൽ ഫോണിലൊക്കെ വ്ലോഗ് ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൈക്കാണ്. വയർലെസ് ആണ്, മറ്റേ 2.4 GHz വയർലെസ് ഫ്രീക്വൻസി വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ 20 മീറ്റർ വരെ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫോണിൽ നിന്ന് 20 മീറ്റർ വരെ ദൂരെ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇത് കണ്ടില്ലേ, ഇത് മറ്റേ നമ്മുടെ എയർപോർട്ട്സ് പോലെയൊക്കെയാണ്. ഇത് ചാർജിങ് ബോക്സ് ആണ് ഇതിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ആ റിസീവർ, അപ്പോൾ ഇത് നമ്മുടെ കോളറിൽ പ്ലഗ് ചെയ്യുന്ന മൈക്ക്. ഇപ്പോൾ ഡുവൽ ചാനലാണെന്ന് പറഞ്ഞപ്പോൾ ഡുവൽ മൈക്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ചാർജിങ് ബോക്സാണ്, USB-C വരുന്ന ബോക്സാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ ചെക്ക് ചെയ്യാം. നമുക്ക് ആമസോണിൽ നോക്കുമ്പോൾ ഈ മൈക്കിൻ്റെ പല വേർഷൻസ് കാണാൻ പറ്റും. സിംഗിൾ ചാനൽ, ഡുവൽ ചാനൽ ആൻഡ് ആൻഡ്രോയിഡ് വേർഷൻ, യൂണിവേഴ്സൽ വേർഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻ, 3-4 ഓപ്ഷൻ ഉണ്ട് ഈ മൈക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആമസോണിൽ. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഐഫോണും ആപ്പിളും കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ വേർഷൻ എടുക്കുക. അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. യൂണിവേഴ്സൽ ആകുമ്പം കണ്ടില്ലേ, ഓരോ കൺവേർട്ടറും നമുക്ക് ഇവിടെ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൽ കണക്ട് ചെയ്യാനുള്ള കണക്ടർ കിട്ടും. പിന്നെ നമുക്ക് 3.5 ജാക്ക് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കിട്ടും. എല്ലാത്തിൻ്റെയും കണക്ടേഴ്സ് നമുക്ക് കിട്ടും. കൺവേർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ കണക്ടർ വെച്ച് നമുക്ക് മറ്റുള്ള ഡിവൈസുകളിൽ കണക്ട് ചെയ്യാം. കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒന്നും വരില്ല. അതിൽ നിങ്ങൾ ആൻഡ്രോയിഡ് വേർഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒൺലി ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് റിസീവർ മാത്രമേ കിട്ടത്തുള്ളൂ. 3.2 GHz റിസീവർ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഇതിനകത്തൊരു ചാർജിങ് കേബിൾ ഉണ്ട്. 2 USB-C എൻഡ് വരുന്ന ഒരു ചാർജിങ് കേബിള് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മൈക്ക്, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ മൈക്ക് നമുക്ക് കേസ് വഴിയും ചാർജ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, കേസ് കൂടെ ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിൽ USB-C ഉണ്ട്, കണ്ടില്ലേ. അതുവഴി നമുക്ക് കേബിൾ വഴിയും ചാർജ് ചെയ്യാം, ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഓപ്ഷൻ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഡോങ്കിളിന് ചാർജിങ് ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ 2 മൈക്കുകളും ബോക്സിലിരുന്ന് ചാർജ് ചെയ്യും. അത് പുറത്ത് നമുക്ക് USB-C വഴി ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ മൊബൈൽ ഫോൺ, സാംസങ് മൊബൈൽ ഫോണിൻ്റെ മൈക്കിൽ കൂടെയാണ് നിങ്ങൾക്ക് എൻ്റെ ഓഡിയോ കേൾക്കുന്നത്. ഇനി നമുക്ക് ഈ മൈക്ക് നമ്മുടെ ഗ്രെനാറോ മൈക്ക് വഴി കേട്ടു നോക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഗ്രെനാറോ മൈക്കിൽ കൂടെയാണ്, വയർലെസ് മൈക്കിൽ കൂടെയാണ്. ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം, നമ്മൾ നേരത്തെ സംസാരിച്ചത് ഇപ്പം തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.